മതന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് ഇപ്പം മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം സമുദായത്തിനാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിനാണെങ്കിലും കേരള കോൺഗ്രസിനാണെങ്കിലും കൂട്ടുപിടിച്ച് നിന്നുകൊണ്ടിരുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ എത്ര ശതമാനം അവർക്ക് അവരെ കൂട്ടുപിടിച്ച് നിർത്താൻ പറ്റും, അതിൽ എത്ര നീതി അവർ പുലർത്തിയിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോസ് കെ മാണിൻ്റെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ പിളർത്തിയതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാ? കോൺഗ്രസിനാണ്. അപ്പം നമ്മൾ ഈ പറയുന്നത് ഇപ്പം 11 മണ്ഡലങ്ങളിലാണ് കേരളത്തിൽ BJP കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അല്ലേ? 9 മണ്ഡലത്തിൽ 2ാം സ്ഥാനത്താണ്. ഈ 11 മണ്ഡലങ്ങളിലും ഇപ്രാവശ്യം എങ്ങനെ BJPയെ താഴെ ഇറക്കാം എന്നുള്ളത്, കാരണം ആ 11 മണ്ഡലങ്ങളും ഭരിക്കുന്ന LDF ആണ്. LDFിൻ്റെ MLA മാരാണ് ഈ 11 മണ്ഡലങ്ങളിലുള്ളൂ. ഒരു സ്ഥലത്ത് പോലും ആരില്ല, UDFിൻ്റെ MLA മാരില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ആ അധികാരത്തിലേക്ക് വരാതെ, ആ സീറ്റുകളൊന്നും നഷ്ടപ്പെടാതെ ആ അധികാരത്തിൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളമാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ല. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവർ ചെയ്യുന്നത് ഞങ്ങൾ ശക്തമായി BJPക്കെതിരെ ഫൈറ്റിന് ഇറങ്ങുകയാണ് എന്നുള്ളൊരു മെസ്സേജ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സീറ്റുകളെല്ലാം അവരെ നഷ്ടപ്പെടും. ഈ സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ മൂന്നാമതിരിക്കുന്ന കോൺഗ്രസ് അല്ല ജയിക്കാൻ പോകുന്നത് മനസ്സിലാക്കണം. ഈ കേരളത്തിലുള്ള 11 സീറ്റുകൾ നഷ്ടപ്പെട്ടാലും 11 സീറ്റും പോകാൻ പോകുന്നത് കോൺഗ്രസ് വിജയിച്ച് വരാൻ പോകുന്നില്ല. അവിടെ വിജയിച്ച് വരാൻ പോകുന്ന ആരാണ്? BJP ആണ്. അപ്പോൾ എന്താണ്, അറ്റ്ലീസ്റ്റ് ഈ 11 മണ്ഡലത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയോടും പറയേണ്ടത് എന്താണ്? നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ വിജയിക്കാൻ പോകുന്നത് ആരാണ്? ഇവിടെ വിജയിക്കാൻ പോകുന്നത് BJP ആണെന്നുള്ള ശക്തമായ മെസ്സേജാണ് ഇന്ന് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നതാണ്.